ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇഷുട്ടനെയും ബിനുവിനെയും എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല, നമ്മളിപ്പോൾ കുറേ ആൾക്കാർ കാളികാവ് നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് 1.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ആർക്കും വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ കയറിയിട്ട് പിന്നെ വണ്ടി നിർത്തുന്നത് എയർപോർട്ട് റോഡിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ എയർപോർട്ടിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ബിനു നല്ല വിഷമത്തിലാണ്. പക്ഷേ ഇഷുട്ടന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കണ്ട കൂട്ടക്കരച്ചിൽ കാരണം ഓന് പിന്നെ ഒരു ഇടങ്ങേറൊക്കെ ആയി. പിന്നെ അവിടെ നിന്നിട്ടും ഇങ്ങനെ നോക്കിയായിരുന്നു. ഒരു പോണ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവർക്ക് കാണാമല്ലോ. ചെക്കിങ് കഴിഞ്ഞ് ഓല് ഉള്ളിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഇവിടെ ഓല് ഭയങ്കര നല്ലോളിയും വിളിയായിരുന്നു. ഇനി ഓലെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റും, എന്താ അറിയില്ല, വല്ലാത്ത വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരഞ്ഞ് സീനാക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയത് വെട്ടീന ആൾക്കാരട്ടോ ഈ കരയുന്നത്, ഇവിടെ നീ കാണാൻ പോണത്. ഓലെല്ലാവരും നൊലോളിച്ചത് കണ്ട് നിതു സാനു ഓലെ കളിയാക്കിങ്ങാണ്ട് ഓല് കരയണതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടയിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഓല് അപ്പുറത്തേക്ക് പോയാൽ ഓല് ഉള്ളിൽ കൂടെ കയറി പോണത് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഓലെല്ലാവരെയും വിളിച്ചാണ്ട് മുന്നിലേക്ക് പോയിട്ടോ. അകത്തേക്ക് പോയിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ പുറത്ത് നിന്നിരുന്നു. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ അകത്തേക്ക് പോയ ലഗേജിൽ വെയിറ്റ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഓളുടെ എന്താകുമോ പറഞ്ഞാണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അഥവാ വെയിറ്റ് കൂടുതലാണെങ്കിൽ പെട്ടി പൊളിച്ച് അതിന് സാധനങ്ങളൊക്കെ അങ്ങോട്ടോട്ട് മാറ്റേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഓലെ വെയിറ്റ് ചെയ്ത് കുറച്ചിരുന്നു. പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ വല്ല കല്യാണത്തിനും വല്ല പരിപാടിക്കൊക്കെ ഞങ്ങൾ ഒത്തുകൂടലുള്ളൂ. അപ്പം ഞങ്ങൾ കിട്ടിയ ചാൻസിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ചെക്കിങ് കഴിഞ്ഞ് അവർക്ക് ബോഡി പാസ്സൊക്കെ കിട്ടി. ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അവർ പോയ വിഷമം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും കാണാൻ വേണ്ടി വ്യൂ പോയിന്റിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഒരു രസമാവുമല്ലോ. ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് കൊള്ളാവലാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ചിലവിന് തലേ ദിവസമാണ് ഒരു ചെക്കൻ അവിടെ നിന്ന് താഴേക്ക് വീണ് മരിച്ചത്. അതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ വന്നാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി വിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ.